അപ്പോൾ നമുക്കൊരു കുഞ്ഞ് വ്ളോഗ് കണ്ടാലോ. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പാലക്കാടൻ സ്റ്റൈല് ചിക്കൻ കറിയും മീൻ വറുക്കലും ഒക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ മീൻകാരൻ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. പുഴമീൻ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആള് വരുന്നത്. പുഴമീനാണെന്നാണ് ആള് പറയണത്, അറിയില്ല കേട്ടോ. കുഞ്ഞ് സിലോപ്പിയ മീനും അതേപോലെ തന്നെ നല്ല മത്തി ഉണ്ടായിരുന്നു, നമ്മുടെ ചാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 1 കിലോ മത്തി വാങ്ങിച്ചായിരുന്നു. വലിയ മത്തിയല്ല, കുഞ്ഞു മത്തിയാണ്, എന്നാലും മത്തിയല്ലേ, നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ 1 കിലോ വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ച പാടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഉപ്പുണ്ടല്ലോ, കല്ലുപ്പ് നമ്മുടെ മീനിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ നേരെയാക്കി എടുക്കാൻ വേണ്ടി പോണത്. ഞാൻ മീൻ നേരെയാക്കാറുണ്ട്, പക്ഷേ മത്തി അങ്ങനെ എനിക്ക് നേരെയാക്കാൻ കിട്ടില്ല കേട്ടോ. കാരണം കുഞ്ഞ് സൈസാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങോട്ട് കുഴഞ്ഞു പോണ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്തി നേരെയാക്കാറില്ല, അമ്മയാണ് കേട്ടോ ഫുള്ളായിട്ട് നേരെയാക്കണത്. അവർക്ക് പിന്നെ ഇത് എളുപ്പ പണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പറഞ്ഞു തരികയാണ് മത്തി നേരെയാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ മത്തി നേരെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണത്തിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പൂച്ചയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നോക്കി നിൽക്കുക, നമ്മുടെ അടുത്ത് നിൽക്കുക കേട്ടോ. നമ്മളത് പോവാൻ പറഞ്ഞാൽ കൂടെ അത് പോണില്ല കേട്ടോ, പൂച്ചകൾക്കൊന്നും പേടിയില്ല. അപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ച് നേരെയാക്കിയ തലയൊക്കെ അതിന് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനൊരു സന്തോഷമായിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് മത്തിയൊക്കെ നേരെയാക്കി. ചിലവർ ചില രീതിയിലാണ് നേരെയാക്കുക. ചിലർ കണ്ണ് കളയില്ല, തല കളയില്ല, അതേപോലെ തന്നെ വാല് കളയില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഉള്ളിലുള്ള വേസ്റ്റ് മാത്രം എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കറി വയ്ക്കുന്നവരുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ കണ്ണും തലയും വാലും ഒന്നും ഇടില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ച്, എനിക്ക് വാല് ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ഞാൻ നിർബന്ധിച്ച് കൂടെ ഇരിക്കുന്നത് കൊണ്ട് അമ്മ കുറച്ച് തലയുടെ ഭാഗവും വാലും കുറച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നേരെയാക്കി എടുത്ത് നല്ല നല്ല തിളങ്ങണ മത്തിയാണ് കേട്ടോ. അങ്ങനെ നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാല തീരുമാനമാണ്. നമ്മുടെ മത്തി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മസാലകളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മത്തി എങ്ങനെ വറുത്താലും ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ ഒരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കണത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ മത്തിയിലോട്ട് ഈ ഒരു മസാല തിരുമ്മി വെക്കുകയാണ്. ഇതിൽ കൂടുതൽ നമ്മളിത് വറുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ പൊടികൾ ചേർക്കുന്നില്ല കേട്ടോ. ഫിഷ് മസാലയോ അതല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ടല്ലോ, അങ്ങനെ ഒന്നും, കുരുമുളക് പൊടി അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് മാത്രമാണ് നമ്മൾ മത്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മസാല കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്താൽ തന്നെ നമ്മുടെ മത്തിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അമ്മ മത്തി വറുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നും ഇടാറില്ല. നമ്മുടെ സിലോപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുരുമുളകും അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ മത്തിയിൽ അമ്മ ഒന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പം നല്ലപോലെ മസാലകളൊക്കെ അങ്ങോട്ട് തിരുമ്മി മാറ്റി വയ്ക്കുകയാണ്. ഇത് കുറച്ച് നേരം ആവണമല്ലോ, ഇതിൻ്റെ ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് കേട്ടോ മത്തി വറുത്തെടുക്കാൻ പോണത്. അപ്പം നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ മീനുകളൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം നല്ല പോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം മത്തികൾ അങ്ങോട്ട് തുരുതുരാന്ന് നമ്മൾ നിരത്തുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് കുരുകുരാന്നുള്ള മത്തി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് നിരത്താനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് നല്ല പോലെ തലങ്ങും വലങ്ങും ഇട്ടതങ്ങോട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീനുകളൊക്കെ തന്നെ കോരി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മത്തി. ഈ ഒരു രീതിയിൽ വറുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ വറുത്തെടുത്ത് നോക്കൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയുമാണ്. ഇനി നമ്മുടെ പാലക്കാടൻ ചിക്കൻ കറി സിമ്പിളായിട്ട് നമ്മൾ മത്തി വറുത്തെടുത്ത പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ മസാലകളൊക്കെ തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാണിക്കുന്നില്ല, നമ്മൾ ഇടുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ കുറച്ച് കടുക് ഇടാറുണ്ട്, ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ വെക്കുന്ന സമയത്ത് കടുക് ഇടാറില്ല, പക്ഷെ അമ്മ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സവോള, വലിയുള്ളി 2 എണ്ണം
ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ, പച്ചമണം മാറുന്നത് വരയ്ക്കും. പച്ചമണം മാറി കഴിയുമ്പോഴേ ഇതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് 2 തക്കാളിയും ഉള്ളിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂട്ട് മാത്രമാണ് കാണിച്ചു തരുന്നത്. തക്കാളി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ജീരകം, കുരുമുളക് ഇതൊക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഈ ഒരു പേസ്റ്റ് നമ്മുടെ തക്കാളിയിലോട്ട്, നമ്മുടെ ഈ ഒരു കൂട്ടിലോട്ട് ഇട്ട് ഇത് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരയ്ക്കും നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. ചെറിയുള്ളിയാണ് നമ്മുടെ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് തരിക കേട്ടോ. ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കറിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചെറിയുള്ളി ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ, വേറെ ലെവലായിരിക്കും. നല്ല ഗ്രേവിയും കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ചെറിയുള്ളിയും ഇട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴണ്ടി വന്ന് ഇതിൻ്റെ പച്ചമണങ്ങളൊക്കെ മാറണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് പൊടികൾ ചേർക്കുന്നത്. പൊടികളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ മല്ലിപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിൽ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ എരിവിന് അനുസരിച്ചും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ അടിപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അമ്മ കുറച്ച് എണ്ണയും കൂടെ കുറച്ചും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ച നമ്മുടെ ചിക്കൻ്റെ പീസുകൾ ഇതിലോട്ട് ഇട്ട് മസാലകളൊക്കെ കൂടെ ഇത് നല്ലപോലെ തിരുമ്മി എടുത്തങ്ങോട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇതിലോട്ട് നമ്മുടെ ചിക്കനിൽ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് തെളിഞ്ഞ് വരും. അതിനുശേഷം ഇതിലോട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇനി ഇതിലൊന്നും തന്നെ കാണിക്കാനില്ല. അവസാനം കറി ഒക്കെ ആയി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകിയ നിറയെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മ എപ്പോഴും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് നോക്കാൻ കുറച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടോ, പാകമാണോ എന്നുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് പായസം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ അതിൻ്റെ കോംബോ ആണ് നമ്മുടെ പാൽപ്പായസം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഇട്ട് ചോറ് കഴിച്ച അതേ പ്ലേറ്റിൽ ആ ചിക്കൻ്റെ മണത്തോടു കൂടി തന്നെ ഈ ഒരു പായസം പപ്പടവും പഴവും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് ഞങ്ങൾ തയ്യാറാക്കി എടുത്തത് കേട്ടോ. ഇനി ഞാൻ കഴിക്കണതൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കണു. ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.